നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, ന്യൂ ഇയർ ആയിക്കോട്ടെ, മലയാളികൾ എപ്പോഴും ആവേശത്തോടു കൂടി നോക്കിക്കാണുന്ന ഒന്നാണ് ഈ ദിനങ്ങളിലൊക്കെ തന്നെ, വിശേഷ ദിനങ്ങളിലൊക്കെ തന്നെ അടിച്ചു പൂസാവുന്ന റെക്കോർഡ് നിരക്കെന്ന് പറയുന്നത്. ഇത്തവണയും പതിവ് തെറ്റിച്ചില്ല. ക്രിസ്മസ് ദിനത്തിൽ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റെക്കോർഡ് വർധനയോടുകൂടി ക്രിസ്തുമസ് ദിവസവും അതുപോലെ തന്നെ തലേ ദിവസവുമായി കേരളത്തിലുള്ള സകലമാന ബിവറേജസ് ഔട്ട്ലെറ്റുകളിലും മദ്യവിൽപ്പന പൊടിപൊടിച്ചു എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ക്രിസ്മസ് ദിവസത്തെയും തലേ ദിവസത്തെയും 24-ലെയും 25-ലെയും മദ്യവിൽപ്പന കണക്കുകൾ ഇതിനോടകം തന്നെ ബിവറേജസ് കോർപ്പറേഷൻ പുറത്തുവിട്ടു. ഈ വർഷം ഡിസംബർ 24-നും 25-നും കൂടി ആകെ 152 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. കൃത്യമായി പറഞ്ഞാൽ 152.06 കോടി രൂപ. കഴിഞ്ഞ വർഷം ഇതേ തീയതികളിലായി 24, 25 ദിവസം 122.14 കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റഴിച്ചത്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല രീതിയിലുള്ളൊരു വർധനവാണ് ഇത്തവണ ഉണ്ടായതായി ബിവറേജസ് കോർപ്പറേഷൻ തന്നെ വ്യക്തമാക്കുന്നത്. ക്രിസ്മസ് ദിനമായ 25-നും അതിൻ്റെ തലേ ദിവസമായ 24-നുമുള്ള മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 24.5% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഏകദേശം 30 കോടി രൂപയ്ക്ക് അടുത്ത് 29,92,00,000 രൂപ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മദ്യവിൽപ്പനയിൽ വലിയ തോതിലുള്ള ഒരു വർധനവുണ്ടായതിന് കാരണം പറയുന്നതും മദ്യവിലയിലുള്ള വർധനവും കൂടുതൽ തുകയ്ക്കുള്ള മദ്യവിൽപ്പനയ്ക്ക് കാരണമായി മാറി എന്നുള്ളതാണ്. എന്നിരുന്നാൽ പോലും റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. ഈ വർഷം ഡിസംബർ 25-ന് ബിവറേജസ് ഔട്ട്ലെറ്റുകളിലൂടെ 54.64 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബർ 25-ന് ബിവറേജസ് ഔട്ട്ലെറ്റിലൂടെ 51.14 കോടി രൂപയുടെ മദ്യമായിരുന്നു വിറ്റഴിച്ചത്. ഡിസംബർ 25-ലെ മദ്യവിൽപ്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 6.84% വർധനവ് ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസംബർ 24-ാം തീയതി ഈ വർഷം 71.40 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നിരിക്കുന്നത്. വെയർഹൌസുകളിലൂടെ 26 കോടി രൂപയുടേതടക്കം ആകെ മൊത്തം 97.42 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. 100 കോടിക്കടുത്ത് മദ്യം 24-ാം തീയതി തന്നെ വിറ്റഴിക്കാനായി കഴിഞ്ഞു. 2023 ഡിസംബർ 24-ന് ഔട്ട്ലെറ്റുകളിലൂടെ 71 കോടി രൂപ മദ്യമായിരുന്നു വിറ്റഴിച്ചത്. ഡിസംബർ 24-ലെ വിൽപ്പനയിൽ 37.21% വർധനവാണ് ഇത്തവണ ഉണ്ടായത്. അതായത് തലേ ദിവസമാണ് ഏറ്റവും അധികം മലയാളികൾ കുടിച്ചു തീർത്തതായി വ്യക്തമാക്കുന്നത്. ഡിസംബർ 24-ന് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചത് ബിവറേജസ് കോർപ്പറേഷൻ്റെ തന്നെ ചാലക്കുടിയിലെ ഔട്ട്ലെറ്റിലാണ്. 78 ലക്ഷം രൂപയുടെ മദ്യവിൽപ്പനയാണ് അവിടെ നടന്നത്. ഇനി അടുത്തത് ചങ്ങനാശ്ശേരിയിൽ 66.88 ലക്ഷം രൂപയുടെയും തിരുവനന്തപുരത്തെ പഴയ ഉച്ചക്കടയിൽ 64.15 ലക്ഷം രൂപയുടെയും മദ്യവിൽപ്പനയാണ് നടത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.